വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽവിൻ സി ബി വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെയ്യാൻ പോണത് ഒരു പഴയ വണ്ടീൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ കുറേ പേരിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ബട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണത് നല്ലതായിരിക്കും. അതെനിക്കൊരു നല്ല പ്രചോദനമാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണത്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഐസർ 1050 ടർബോ ഇന്റർകൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇത് കാണുമ്പോൾ ഒരു പുതിയ വണ്ടി പോലെ ഉണ്ടാവും, പക്ഷെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. നമ്മൾ പണിഞ്ഞെടുത്താണിത്. ഈ വണ്ടീൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ വണ്ടീൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു സ്പെക്ക് പറയുകയാണെങ്കിൽ 94 bhp at RPM 200 ആണ് വന്നത്. പിന്നെ ഇതിൻ്റെ ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് ഗിയർ ഷിഫ്റ്റിംഗ് മെക്കാനിസം ആണ്. 5 ഫോർവേഡും 1 റിവേഴ്സും ആണ് വന്നത്. പിന്നെ ഇത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പമ്മലൊന്നും ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോവാം. അതാണ് പിന്നെ പറയാനുള്ളത്. പിന്നെ ക്യാബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാബിൻ ടിൽറ്റബിൾ അല്ല എന്ന് വെച്ചാൽ സാധാ പുതിയ വണ്ടികളിലെ പോലെ ലിവർ ഇല്ല. ഇവിടെയായിട്ട് ലിവർ ഇല്ല. ഇവിടെ ഒരു നട്ടും ബോൾട്ടും സിസ്റ്റമാണ് വന്നേക്കണത്, ലിവർ ഇല്ല. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 60 ലിറ്റർ ആണ് നമ്മുടെ കപ്പാസിറ്റി വന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ടർബോ ഇന്റർകൂൾഡ് എഞ്ചിൻ എന്താന്ന് വെച്ചാൽ, അത് നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും എന്നാണ് നമ്മളൊരു നിഗമന. അപ്പൊ കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ഓടിച്ചിട്ടില്ല. അപ്പൊ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ശുഭപ്രതീക്ഷ, 100% വിജയം മാത്രം. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുവാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഈ ഡോറ് തുറക്കാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ടീ പോലെ കണ്ടോ ഇവിടെ, ഈ സാധനം എന്താണ് കുറെ പേര് ചോദിച്ചു. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ബാക്കിലത്തെ ഡോറിനും ഉണ്ട്. ഈ ഒരു സാധനം ഡോർ തുറന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്തിടാനുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോവാം. ബാക്കില് നമ്മുടെ എല്ലാ വണ്ടികളിലെ പോലെ ബാക്കിൽ ഇടിച്ചാലും കുറയ്ക്കാനായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ട്, സേഫ്റ്റി ഗാർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റിക്കറും പേരൊക്കെയാണ് ഉള്ളത്. ഇന്ന് കൂതാശയായിരുന്നു, അതാണ് ചന്ദനമൊക്കെ ഇരിക്കണത്. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് വരാം. സൈഡില് ഇതാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക് എന്ന് പറയണത്. സോറി, ഞാൻ ഫ്രെയിമിൽ നിന്ന് പോയി, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക്. ടയർ വന്നത് നൈലോൺ 8/25/16 ആണ് ടയർ സൈസ് വന്നത്. പിന്നെ വരുവാണെങ്കിൽ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് പെട്ടീൻ്റെ കാര്യമാണ് പറയേണ്ടത്. പെട്ടിയിലാണ് ഈ വണ്ടീൻ്റെ കഥ ഫുള്ള് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടീൻ്റെ കാര്യം പറയാം. പെട്ടീൻ്റെ പേലോഡ് എന്ന് പറഞ്ഞാൽ, വണ്ടീൻ്റെ പേലോഡ് എന്ന് പറഞ്ഞാൽ 2.5 ടണ്ണാണ്. പിന്നെ ബോഡീൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12.5 അടിയാണ് പെട്ടീൻ്റെ സൈസ് വന്നത്. നമുക്ക് വണ്ടീൻ്റെ കഥയിലോട്ട് കിടക്കാം. ഇവരൊരു ദിവസം മേട്ടുപ്പാളയം ഒരു എഞ്ചിൻ്റെ പണിയായിട്ട് അപ്പനും ഏലിയസേട്ടനും എൽദോ ചാച്ചനും കൂടിയൊക്കെ പോയി. അപ്പോൾ അവിടെ എഞ്ചിൻ്റെ പണി കഴിഞ്ഞിട്ട് അവിടേക്കൂടെ നടന്നപ്പോൾ ഇവരൊരു പെട്ടി കണ്ടു, ഒരു വണ്ടീൻ്റെ മേളിൽ കയറ്റി വെച്ച ഒരു പെട്ടി കണ്ടു. എന്നിട്ട് ആ പെട്ടി കണ്ടപ്പോൾ എന്നിട്ട് തിരിച്ചപ്പന് നാട്ടിൽ വന്നപ്പോൾ അപ്പനെ ഉറക്കൂല, ആ പെട്ടീൻ്റെ ചിന്ത മാത്രമേ അറിഞ്ഞു. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഏലിയസേട്ടനായിട്ട് മേട്ടുപ്പാളയല്ല, മൂവാറ്റുപുഴ ഒരു ആ ബോഡിക്ക് പറ്റിയ ഒരു വണ്ടി തപ്പാൻ പോയി. എന്നിട്ട് ആ വണ്ടി കിട്ടി, ഇതാണ് ആ വണ്ടി. എന്നിട്ട് അവിടുത്തെ അഡ്വാൻസ് കൊടുത്ത് തിരിച്ച് വീണ്ടും ഇവർ 3 പേരും അതേപോലെ തന്നെ വീണ്ടും മേട്ടുപ്പാളയം പോയി. എന്നിട്ട് അവിടെ ബോഡി ഒരു ക്രെയിനിൽ കയറ്റി ഒരു വണ്ടിയിൽ വെച്ചിട്ട് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ശ്യാമേട്ടൻ്റെ മറ്റേ വർക്ക്ഷോപ്പിൽ കയറ്റി അവിടെ വെച്ച് വണ്ടിയിൽ പണിഞ്ഞ് കയറ്റി തന്ന്. സാധാരണ ശ്യാമേട്ടൻ പുതിയ പെട്ടി മാത്രമാണ് പണിയാറുള്ളൂ. പക്ഷെ നമ്മളെ അറിയാവുന്നതുകൊണ്ടും നമ്മളെ
ഇത്രയും നാളായിട്ടുള്ള ബന്ധം കൊണ്ടും ശ്യാമേട്ടൻ ഇങ്ങനെ വെൽഡ് ചെയ്ത് തന്നു. അപ്പൊ അതിന് 1000 നന്ദിയുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ശ്യാമേട്ടൻ കൂടെ നിന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോ അതിനും ശ്യാമേട്ടനോട് നന്ദി പറയുന്നു. പിന്നെ ഇത്രയുള്ള ഈ ഒരു വണ്ടീന്റെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ കഥയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും കുറെ കഷ്ടപ്പാടുള്ള ഒരു കഥയാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷേ കുറെ പേരുടെ പൈസ പോയിട്ടുണ്ട്, കുറെ സമയം പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അത് പിന്നെ ഈ ബിസിനസ്സിൽ എപ്പോഴും ഉള്ള കാര്യമാണ്. അപ്പൊ അതല്ല ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങളുടെ സമയത്തിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടവരോട് എല്ലാവരും അതും ഞാൻ താങ്ക് യു പറയുന്നു. അപ്പൊ നമുക്ക് ഇതിനേക്കാൾ ഒരു നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ബൈ ബൈ. അതിന് മുന്നേ പോണേക്കാളും മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.